ഉത്തർപ്രദേശിൽ 62 സീറ്റിൽ 34 സീറ്റുകളിലേക്ക് 30 സീറ്റുകളിലേക്ക് BJP ചുരുങ്ങുന്ന കാഴ്ച കാണും. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാ ഇങ്ങനെ ഇരിക്കും. അതിന് പേരിടാം അല്ലേ? തൃശൂരിൽ VS സുനിൽകുമാർ അങ്ങ് പിന്നോട്ട് പോയിരിക്കുന്നു. 73,120 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിൽ. ആലത്തൂരിൽ മാത്രം കനൽത്തരി ജ്വലിക്കുന്നു. VD സതീശനും K സുധാകരനും KC വേണുഗോപാലും ചേർന്ന് കേരളം അങ്ങെടുത്തു. അങ്ങനെ വളരെ വളരെ ഫ്രഷ് ആയ ചില ഇൻഫർമേഷൻ ആണ് സുജയ പാർവതി നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തു, 70,000 വോട്ടിന് എടുത്തു. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫ്രഷ് ആയ വാർത്തകളാണ് സുജയ മോദി ഇറാനി ഉണ്ടല്ലോ 70,000 വോട്ടിനാണ് പിന്നെ. എന്തൊരു ഗതികേടാണ്. 70,000 വോട്ട് 1 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു PA പോയി മത്സരിക്കും. PA മത്സരിച്ചു, തോറ്റു. PA പോയി മത്സരിച്ചതല്ല, രാഹുൽ ഗാന്ധി പേടിച്ച് മാറി. നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവായിട്ട് സംസാരിച്ചു. കൂടെ തന്നെ നിൽക്കണേ, പോയേക്കല്ലേ. മോദി ചന്ദ്രബാബു നായിഡുവായി സംസാരിച്ചു. ആന്ധ്രയിലെ വിജയത്തിൽ അഭിനന്ദിച്ചു. ആന്ധ്രയിൽ TDP BJP സർക്കാരാ സാറേ വരുന്നേ, വേണമെങ്കിൽ കണ്ടു. ഇങ്ങനെ പേടിക്കാതെ തെക്കു പിടിച്ചു കഴിഞ്ഞു. എന്തായാലും കേരളത്തിൽ ഒരു താമര വിരിഞ്ഞോ? നിങ്ങളുടെയൊക്കെ കുപ്രചരണങ്ങളെ മറികടന്ന് കേരളത്തിൽ താമര വിരിഞ്ഞെങ്കിൽ നരേന്ദ്രമോദിയുടെ യുഗം ഇന്ത്യയിൽ അവസാനിച്ചു എന്നതിന്റെ തെളിവാണോ? ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചു. ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലെ വിജയത്തിൽ അഭിനന്ദിച്ചതാണ്. ചന്ദ്രബാബു നായിഡു പോയാൽ ഭൂരിപക്ഷം പോകുന്നവരെ മുരളീധരന്റെ ഭൂരിപക്ഷം മറികടന്ന് ഇനി ഒരു സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ഔദാര്യത്തിൽ ഈ ചന്ദ്രബാബു നായിഡു എന്തിനാണ് BJPയോട് അവസാന നിമിഷം സഖ്യം ചെയ്തിട്ടുള്ളത്? ഇനി അഥവാ BJP തന്നെയാണ് വരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു സഹായം കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്. BJP അല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ പിന്നെ ചന്ദ്രബാബു നായിഡു അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? കാരണം ചന്ദ്രബാബു നായിഡുവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്, ജയിലിൽ പിടിച്ചിട്ടത് ആളുടെ പേരെന്താണ്? നരേന്ദ്രമോദി, അമിത്ഷാ,